ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മൈ വൈബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ ഒരു ഇൻട്രോ പഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? എങ്ങനെ ഉണ്ടായിരുന്നല്ലോ? അടിപൊളിയാണ് ഗൈസ്. അർഫാൻ എന്താ പറയുന്നത്? ഞങ്ങളെ ഇൻട്രോ എങ്ങനെ ഉണ്ട്? ഞങ്ങളെ ഇൻട്രോത്തെ ഞങ്ങളത്തെ ഇതാരറിയോ? ഞങ്ങളെ സബ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതില് ആര്? ചോട്ടോസ് കിഡുകള്, ഞങ്ങളെ 2-3 വയസ്സിന്റെ കിഡ്സുകളാണ് ഞങ്ങളോട് ഞങ്ങളെ ഇഷ്ടം അല്ല നെയ്ലോ? എന്നെ ആര് കാണുമ്പോ എന്നെ നെയ്ലൂനല്ല, എന്നെ കാണുമ്പോ എന്റെ ഫാമിലിയിൽ എന്നെ പോകുമ്പോ എങ്ങനെ ആക്കിയ നെയ്ല് എങ്ങനെ പുള്ളല്ല ചെറിയ ചെറിയ കിഡ്ഡൂസുകള് നമ്മളെ സബ്ബാണല്ല അല്ല, നമ്മളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന പുള്ളറാണ്. അപ്പൊ നെസ്സി നെയിലുമായിട്ട് ഒന്ന് പുറത്തു പോന്നുള്ളത്. നെസ്സിക്ക് നെയിലൊക്കെ നിങ്ങ കണ്ടിട്ടുണ്ടാവും വീഡിയോയിൽ അല്ല, നമ്മളെ മറ്റേ ഇത് കഴിഞ്ഞത് എന്തൊരു മത്സരം കഴിഞ്ഞത് പൈസ വെച്ചിട്ടുള്ള ആ മത്സരത്തിൽ കിട്ടിയ പൈസ കൊണ്ടാണ് നെസ്സി നെയിലും ഇറങ്ങുന്നുള്ളത്. അവർക്ക് റബ്ബില്ലോളിന്റെ പർച്ചേസിങ്ങിന് അല്ല നബിദിനത്തിന്. അപ്പൊ ഞാൻ അതിനും വേണ്ടിയിട്ടാണ് ഇന്നലെ ആ മത്സരം വെച്ചത്. അങ്ങനെ ആ മത്സരത്തിൽ കിട്ടിയ സമ്മാനങ്ങളുമായിട്ടാണ് നെസ്സി നെയിലു ഇറങ്ങിയിട്ടുള്ളത്. എന്താ പറയുക ഇർഫാന? ഞങ്ങളെ കൂടെ ഗൈസ് നെസ്സി ജോയിൻ ചെയ്തിട്ടുണ്ട്. നസീമ എന്താണ് പറയാനുള്ളത്? നസീമക്ക് പറയൂ നസീമ. നസീമ ഒരു പണി ഇങ്ങനെ എംബ്രോയിഡറിന്റെ എല്ലാ പണിയിലുള്ളത്. നസീമക്ക് മദ്രസയിൽ എന്ത് പരിപാടി? എന്ത് സബ്മിറ്റ് ആക്കേണ്ടത്? എന്താണ് എംബ്രോയിഡറി? മിന്നാന്ന് മൗലവിന്ന് വാങ്ങിച്ച സാധനങ്ങളല്ല. എന്താ ഇതിനെന്തെന്ന് പറയുന്നത്? ക്രാഫ്റ്റ് അല്ല, എംബ്രോയിഡറി ക്രാഫ്റ്റിന്റെ വർക്ക് അല്ല. ഗുജിലിയിൽ പോയിട്ട് കുപ്പിയെല്ലാം വാങ്ങിച്ചോണ്ട് വന്നത് അല്ല. ഓക്കെ, അങ്ങനെയാണ് കഥകൾ. അത് ഇന്ന് മദർസിൽ സബ്മിറ്റ് ചെയ്യും അപ്പൊ അല്ല നസി? റബ്ബില്ലോലിന്റെ നബിദിന പരിപാടിയാ? ഓർക്കനെ പറ കേക്കണ്ടേ? നെസ്സി പറയുന്നത് എന്തെന്ന് വെച്ചാൽ റബ്ബിൽ നബിദിനം വരുന്നത് കൊണ്ട് അല്ല, മിലാദ് ഷരീഫ് അല്ല. അപ്പൊ നെസ്സി കൈനകം എന്ത് മൈലാഞ്ചി കൊണ്ട് ചുമപ്പിച്ച് എന്നാണ് പറയുന്നത് അല്ല. അടിപൊളി അല്ല, നെസ്സിമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേക്കണ്ടേ? ഇത് നല്ല ഒച്ചപ്പാടില്ല. മൊബൈലിന്റെ ലോക്ക് പൊട്ടിക്കാൻ അല്ല, മൊബൈലിന്റെ ലോക്ക് പൊട്ടിക്കാൻ. എന്റെ ഒരു പഴയ ലോക്ക് ആയിട്ടുണ്ട് മൊബൈൽ. നെയ്ലുക്ക് മറ്റേ ഈനുള്ളത് എന്തിനുള്ള ഇൻസ്റ്റാഗ്രാമിനുള്ള മൊബൈൽ അല്ല. പേരൊക്കെ ഇന്ത്യൻ മെട്രോ. നേരെ കാണുന്നില്ല ഗൈസ്. ഇപ്പോൾ കണ്ടു. നെസ്സിനെ ഇർഫാനെല്ലാം ഞാൻ ഇറക്കിന്ന് വെച്ച് കഴിഞ്ഞാല് ടൗണില് ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ട് പോയി. പക്ഷെ പാർക്കിംഗ് ഇല്ല, ഭയങ്കര മുഷ്കിൽ. അങ്ങനെ ഞാൻ വന്നിട്ട് മുനിസിപ്പാലിറ്റി, കാസർഗോഡ് മുനിസിപ്പാലിറ്റിന്റെ ഏരിയയിൽ വണ്ടി പാർക്കാക്കിയിട്ട് നിന്നിട്ടുള്ളത്. ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞു വെച്ചാൽ ഭയങ്കര തിരക്കോട് തിരക്ക്. അങ്ങനെ കാസർഗോഡ് മുനിസിപ്പാലിറ്റിന്റെ ആ ഏരിയയിൽ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ പാർക്കിംഗ് ആക്കിയിട്ടുള്ളത്. ആടെ ഇറക്കി വിട്ടിട്ടുള്ളത്. വൈകുന്നേര സമയം പതാക താഴ്ത്തുന്നതാണ് ഈ കാണുന്നുള്ളത്. മുനിസിപ്പാലിറ്റിയില് നഗരസഭയിൽ പതാക താഴ്ത്തുന്നത്. പതാക എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ പതാക താഴ്ത്തുമെന്ന് തോന്നുന്നു. പക്ഷെ ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പതാക താഴ്ത്തി കെട്ടുന്ന എന്തെന്ന് അറിയില്ല കേട്ടോ, ഇതിന്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയില്ല. പക്ഷെ ഞാൻ ഇത് ഫസ്റ്റ് ടൈം കാണുന്നത്. പക്ഷെ ഇതിപ്പോ താഴ്ത്തി കെട്ടി. ഇനിയിപ്പോ രാവിലെ വീണ്ടും പൊക്കി കെട്ടുമെന്ന് അറിയില്ല. ഗൈസ്, അങ്ങനെ ആ സംശയം ഞാനില്ലേ ഒന്ന് ഇത് കറക്റ്റ് ഞാൻ അയാളോട് ചോദിച്ച് അറിഞ്ഞാണ്. എനിക്കൊരു സംശയമായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഫ്ലാഗ് താഴ്ത്തി അയച്ചെടുക്കുന്നത് കണ്ടത് ഞാൻ. അപ്പൊ ഞങ്ങൾക്ക് ഒരു സംശയമായിരുന്നു. ഒന്നാമത് മുനിസിപ്പാലിറ്റി അല്ലേ, നഗരസഭ അല്ലേ, എന്തായിരിക്കും അതെന്നൊന്ന് അറിയാൻ വേണ്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് തന്നെ ഞാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 6 മണിക്ക് ശേഷം, 6 മണി കഴിഞ്ഞതിന് ശേഷം
ഈ പതാക ഉയർത്തും. 6 മണിക്ക് ശേഷം പതാക അയച്ചെടുക്കുന്നതാണ്. അത് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമെന്നാണ്, റെഗുലർ ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. പക്ഷെ എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. എനിക്ക് ആ പതാക അയക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് മുമ്പത്തെ എന്തെങ്കിലും കെട്ടിയത് അയക്കുന്ന അങ്ങനെ എന്തെങ്കിലും മണ്ണ് പിടിച്ച് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇത് കിട്ടിയ ഒരു പുതിയ അറിവാണ്. അപ്പോൾ ആ അറിവ് എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്ത്. നിങ്ങളിൽ ഇപ്പൊ അറിയുന്നവരുണ്ടാവും, അറിയാത്തവരും ഉണ്ടാവും, കുറെ ആൾക്കാരുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി മുതൽ അത് നിങ്ങൾ ഇനി പോകുമ്പോ ഏതെങ്കിലും നഗരസഭയിലെ ആ ഭാഗത്തെല്ലാം വൈകുന്നേരം എല്ലാം പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഗൈസ് നെസ്സിനെയിലും അർഫാന ഫോൺ വിളിച്ച് അർഫാന പറഞ്ഞ് അവിടെ നിൽക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസിന്റെ മുമ്പിലേക്ക് ഞാൻ വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടുള്ളത്. പാർക്കിംഗ് വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ചിട്ടുള്ളത്. അങ്ങനെ നെസ്സിനെയിലും നമുക്ക് നോക്കാം. അങ്ങനെ നെസ്സിനെയിലും നടന്നിട്ട് വരുന്നുണ്ട്. നെസ്സിനെയിലും അർഫാനാവും കൂടിയിട്ട് എങ്ങനെ കണ്ടോറ നെസ്സിനെയിലും എല്ലാം എത്തിയല്ലോ അല്ല അർഫാൻ? എന്തായി, പോയിട്ട് എടുത്താ? നെയിലൊക്കെ കിട്ടിയിട്ടില്ലേ? ഇല്ല, നെസിക്ക് കൊറേ സ്ഥലത്ത് നോക്കി, ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ടൊരിടത്തിന്റെ റേറ്റ് ഭയങ്കര കൂടുതൽ. നെസിക്ക് എടുത്തിട്ടില്ല. നെയിലുക്ക് സ്റ്റിച്ച് ആക്കാൻ കൊടുത്തല്ല. മാഷാഅല്ലാ, ഇങ്ങനെ പോവാ മദർസ സമയമല്ലോ അല്ല. ആ ഗൈസ്, അങ്ങനെ പെർക്കെത്തി നെസ്സിനെയിലൂനെ ഞാൻ കൊണ്ടുപോയിട്ട് മദർസിൽ വിട്ട് അർഫാൻ എന്നോട് ഞാൻ ഒരു ചായ എടുക്കാൻ പറഞ്ഞു. ചായ സുലൈമാനി. അങ്ങനെ നെസ്സിക്ക് ആ ഡ്രസ്സ് എടുത്തിട്ടില്ല. നെസ്സിനോട് പറഞ്ഞ് അതിന് 12,000 ഉറുപ്പിക ഉണ്ട് ആ ഡ്രസ്സിന്. അപ്പോൾ 1600 അല്ല 1600. അപ്പോൾ നെസ്സിനോട് പറഞ്ഞ് നെസ്സിക്ക് ഞാൻ 1000 ആണ് ഇന്നലെ മത്സരിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 600 എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞ വേറെ. അപ്പോൾ നെസ്സിനെ ഞങ്ങൾ വിചാരിച്ച് നെസ്സി അറിയാണ്ട് മെല്ലനെ സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചു. കുറേ പീടയിൽ കയറി വേറെ ഏതെല്ലോ ഡ്രസ്സ് നോക്കി, അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു ഡ്രസ്സ് മാത്രം ഇഷ്ടപ്പെട്ടത്. അപ്പോൾ അങ്ങനെ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ പൈസ ഇല്ല മോളെ, പിന്നെ നിങ്ങൾക്ക് ഇപ്പം നെയിലുക്കും അത് ഇതെല്ലാം ആകുമ്പോഴേക്ക് പൈസ തികയല്ല പപ്പാക്ക്. അങ്ങനെ വെറുതെ ഒരു നമ്പർ അടിച്ച് ഞാൻ. പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഓളെ മദർസിൽ വിടാം. ഒന്നാമത് സമയം ലേറ്റായി. ഓളെ ഇനി നിർത്തിയിട്ട് ടൗണിൽ നിന്ന് കഴിഞ്ഞാൽ സമയം ലേറ്റാവും. മണി 6:15 മദർസിൻ്റെ സമയം ആയിക്കൊണ്ട് വന്നു, ബാങ്ക് കൊടുക്കാനായി മാറി. അങ്ങനെ ഞാൻ വന്നത് എൻ്റെ മൊബൈലും മറ്റേത് ലോക്ക് എന്താക്കിയത് അത് ലോക്ക് പൊട്ടിച്ച് അങ്ങനെ ലോക്ക് പൊട്ടിച്ചിട്ട് വന്നത്. അങ്ങനെ ഞങ്ങൾ ആ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പോകാനുള്ള പരിപാടി. അപ്പോൾ അർഫാൻ ഒന്ന് ചായ വെച്ചിട്ട് വരുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ഇവിടുന്ന് വിടും ചായ കുടിച്ചതിന് ശേഷം. എന്നിട്ട് ഓൾ വരുമ്പോൾ ഓൾക്ക് സർപ്രൈസ് ആക്കിയിട്ട് കാണിക്കും. അത് ഓൾ മദർസിൽ പോയിട്ടുള്ളതല്ല, തിരിച്ചു വരുമ്പോൾ സർപ്രൈസ് ആയിട്ട് കാണിക്കും. ഓക്കെ, അപ്പോൾ ചായ കുടിച്ചിട്ട് ഞങ്ങൾ മെല്ലനെ വിടും. ഗൈസ് അങ്ങനെ എത്തി ഞങ്ങൾ പെർക്ക് അല്ല. മണി നോക്കിയേ, മണി എത്രയായി? മണി 9 അല്ല 9 മണിയായി. ഇപ്പം വരും അല്ല, ഇപ്പം വരാനായി. പക്ഷെ ഓക്ക് ആ ഡ്രസ് ഇഷ്ടപ്പെട്ടിനെ. എന്റെ ഓളെ കയ്യിൽ 1000 ഉണ്ട് ഇന്നലെ കിട്ടി. എന്റെ ഓളെ എന്നെ നോക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, പപ്പ അടിച്ചു വെക്കുന്നു പറഞ്ഞു. ഞാൻ വണ്ടി അപ്പുറം വെച്ചിട്ടുണ്ടായി. എന്നെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്റെ പൈസ ഇല്ല പറഞ്ഞു. അതൊക്കെ വേറെ കൊറേ ഷോപ്പില് കാണിച്ചു കൊടുത്തു. ഒരു ഡ്രസ്സൊക്കെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് എങ്ങനെയാന്നറിയില്ല മോഡല്. ഇവർക്ക് തന്നെ ഇവരെ കയ്യിൽ തന്നെ മോഡൽ ഉണ്ട്. എന്തോ ചങ്ങായിമാരെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ ഒരു 4-5 ഷോപ്പ് കേറി ഐവ കിഡ്സിൽ വരെ കയറിയിട്ട് ഒക്കെ അവിടെ ഇഷ്ടപ്പെടുന്നില്ല. മറ്റോള് ഇറങ്ങി എനിക്ക് ബാണ്ടാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. പിന്നെ മദ്രസിന്റെ ടൈം ആയി എന്നോട്. എന്നിട്ട് ഇവിടെ എത്തിയിട്ട് അവനെ ജീവറിന് ഉറപ്പോട്ട് നമുക്ക് പോവാൻ ചായ കുടിച്ചു. ഇപ്പൊ നെസ്സി വന്ന് നെസ്സി വന്ന് നെസ്സി മദർസ ഒന്ന് വന്നതാണ് അല്ല. എന്ത് പഠിപ്പിച്ച്? പരിപാടിയാ? എന്ത് പരിപാടി? നെയിൽ വന്നിട്ടില്ലേ? എവിടെ പോയി? അങ്ങനെ ഗൈസ് എന്റെ മോൾ എത്തിയിരിക്കുകയാണ് മദർസന്ന്. എന്തായി മോളെ, എന്താ വിശേഷം? മദർസിൽ എന്ത് പഠിപ്പിച്ച്? എന്ത് കളി? നബിദിനത്തിന്റെ എന്ത് കളി? ഒളിച്ചൊളിയാ? അല്ല, എന്ത് പ്രാക്ടീസ്? ഓളെ ചങ്ങായിക്ക് അങ്ങ് അടുന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഓളെ ചങ്ങായി ഏതോ ഒരു ഡ്രസ്സ് എടുത്തെന്ന് പറഞ്ഞിട്ട് ആ കട ഇത് പാസാന്ന് പറയുന്ന കടക്ക് പോയത് അല്ല. അങ്ങനെ എൻ്റെ മോക്ക് ഇന്നലെ 1000 കിട്ടിയിട്ടില്ലേ?
ഒരു മത്സരത്തിൽ 1000 ഉറുപ്പ കിട്ടീന് നെസിക്ക്. പക്ഷെ ഇന്ന് അതിന്റെ കൂടെ എത്ര വേണം ഫാസാക്ക്? 2600. അങ്ങനെ ഉമ്മ എടുക്കാൻ പറഞ്ഞ നിന്നോട്. ആ അപ്പൊ 1000 നിന്റെ കയ്യിലുണ്ടായല്ലോ. അപ്പൊ പപ്പ എന്നോട് പറഞ്ഞു എത്ര 600 അല്ല എക്സ്ട്രാ വേണോ? അപ്പൊ പപ്പാന്റെ ഇല്ലാന്ന് നിനക്ക് പപ്പ പറഞ്ഞിട്ട് എന്താ ബേജാറായ? നോക്ക് ഇങ്ങോട്ട് നോക്ക്, ക്യാമറ നോക്കല്ലോ നിങ്ങക്ക്. ഡ്രസ് അത്ര ഇഷ്ടപ്പെട്ടിരുന്ന അത് നീ കൊറേ പീടിയേക്ക് പോയി എന്ന് പറയുന്നു. അപ്പൊ ആടെല്ലാം എന്തുള്ളത്? കൊറ്റ ബഡ്ജറ്റിന് എനിക്ക് ഇഷ്ടപ്പെടുന്ന ആ ബഡ്ജറ്റിലല്ല, അതിനേക്കാൾ കൂടുതലാണ്. എങ്ങനെ? ഏത് ബഡ്ജറ്റില്? അല്ല നീ കൊറേ ഷോപ്പിൽ കയറിയുന്നല്ലേ ഉമ്മ? ആടൊന്നില്ല. എന്തില്ലാത്ത എന്ത് മോഡലാ? എന്ത് മോഡലാ ഇതിനെ പറയുന്നത്? നീ ഇഷ്ടപ്പെട്ടത് എന്ത് മോഡല്? അല്ല നീ ആ പീടികയില് നോക്കിട്ട് വെച്ചത് എന്ത്? സ്കേർട്ടും ടോപ്പും. അത് നല്ല രസമുള്ളതാ. നല്ല ഭംഗി, അടിപൊളിയാ. ഇത് പിന്നെ നിങ്ങക്ക് അത് മേങ്ങാത്തേൽ ബേജാറുണ്ടോ? ഇല്ല അല്ല പപ്പാന്റെ പൈസ ഇല്ലാന്ന് നിങ്ങക്ക് അറിയുന്നില്ലേ അല്ലേ? അഡ്ജസ്റ്റ് ആക്കി മൊത്ത പപ്പ അടുത്ത പ്രാവശ്യം നിങ്ങക്ക് മെന്ത് അവാ. പപ്പ വേറെ ഒരു ഡ്രസ് എന്തെങ്കിലും മേങ്ങിയെങ്കിൽ നിങ്ങക്ക് നടക്കോ? പപ്പ ഒന്ന് പപ്പാക്ക് ഇഷ്ടമുള്ളതൊന്നും ഞാന് ഇഷ്ടമുള്ളത് എനിക്ക് ഇഷ്ടമുള്ളത് ഞാനൊന്ന് മേങ്ങിക്കൊണ്ടാവും. അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നസിക്ക് ഇഷ്ടപ്പെടുവോ നോക്കട്ടെ. ഇഷ്ടപ്പെട്ടാ? പെറ്റിക്കോട്ട് ഇഷ്ടപ്പെട്ടാ? Thank you so much. Papa kariu nang kariu. Papa kariu nang kariu. Ande ഇഷ്ടപ്പെട്ടിന്. അപ്പൊ അങ്ക് ഇട്ടോളൂ, ഞാൻ ചെല്ലിയത് എന്തും മേൻ തരാത്തോ ഇല്ല ഗൈസ്. ഫസ്റ്റ് എന്നോട് ചെല്ലും അതില്ല, അത് സാരില്ല, അത് വേണ്ട, പൈസ ഇല്ല, അങ്ങനെ ചെല്ലും. അന്നാങ്കോ അങ്ക് മേൻ തരും അത്. അന്ന് ഒരിക്കലും മംഗളത്തിന്റെ അപ്പൊ എന്നോടെല്ലാം ചെല്ലു ഫസ്റ്റ് ഇടല്ല. അപ്പൊ ഞാൻ വേണ്ട വെക്കും. അങ്ങനെ ഞാന് അങ്ങനെ തീർന്നിട്ടില്ല. അതിന്റെ ഉള്ളില് വേറെ അതെന്തത്? ഷോളത്. അതെന്ത്? ഞാൻ കൊറേയായി പറയുന്നത്. ഹിജാബാണ് ഗൈസ് ഞാൻ ഇട്ടിട്ടുള്ള ഇതേ മോഡലാണ്. ഇപ്പൊ എന്തെല്ലാം ഓക്കെ ആയാ നിന്റെ ഷോൾ? എന്ത് അതന്നെയാ? അതിന് മാച്ച് തന്നെയാ ഡ്രസ്? സർപ്രൈസ് ആണ് ഗൈസ്, അത് നോക്കണമെങ്കിൽ ഞങ്ങളെ അത് എത്ര ദിവസമാണ്? കാട്ടിക്കാൻ പറ്റില്ല, സർപ്രൈസ് കാട്ടിക്കാൻ പറ്റൂല. ഓക്കെ പോല മാഷാഅല്ലാ. നെയിലും കൂടി എത്തി അല്ല? നെയില് വന്നിട്ട് ക്ഷീണത്തിൽ കിടന്ന്. നെയിലേക്ക് സ്കൗട്ട് ഉള്ളതുകൊണ്ട് നെയിലു ലേറ്റ് ആയതല്ല? നെയിലു എന്താ പറയുക? നെയിലു എന്തായിന് കഴിയാത്ത? എന്തെങ്കിൽ നീ സ്കൗട്ട് കളിച്ചിട്ട് വന്നതല്ലേ? എന്ത് ക്ഷീണം? നെയിലും കൂടി എത്തി നമ്മളെ. നെയിലു അതല്ല നെയിലു. നേരത്തെ ഓള് ഡ്രസ് മേങ്ങ അതെന്താക്കി നടന്ന് കടപ്പീടേന്ന് കൊറേ പീടേക്ക് കയറിന. ഒരു 5ന്റെ മീറ്റർ 10ന്റെ മീറ്റർ കഴിഞ്ഞില്ല. പിരാന്തയാന്തോ അല്ല? ഒരു കൂടിയൊക്കെ ഒന്ന് ചോദിക്കുന്നുണ്ട് ഇല്ലാന്ന് വരുന്നു. ഒരു കൂടിയൊക്കെ അതല്ല നെയിലു, ഞാൻ ചോദിക്കുന്നത് എന്തറിയോ? ആ ഡ്രസ് എന്നിട്ട് ഓക്ക് ഇഷ്ടപ്പെട്ടിനാ? അടുത്ത് മേങ്ങാണ്ടാ നിങ്ങക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല? പപ്പ എന്നിട്ട് പോയിട്ട് ഒന്ന് മേങ്ങിക്കൊണ്ട് വന്നടാ. എങ്ങനെയുണ്ട് നോക്കിയ? നീ എങ്ങനെയുണ്ടെന്ന് നോക്കിട്ട് പറയും പപ്പാന്റെ സെലക്ഷൻ. അതുപോലെ ഹിജാബ് ഓള് നോക്കിയത് ഇത് തന്നെയാ? അങ്ങനെ പപ്പ അത് മേങ്ങി കൊടുത്തു. ഓളെ സമാധാനം അറിഞ്ഞ
അല്ല ഓള് പോട്ട് ഓളിഞ്ഞ് അതിന്റെ ഒരു ബേജാറ് അല്ല എന്താ പറയുന്നത് നബിദിന ആഘോഷിക്കട്ടെ അല്ല ഉള്ളോ എന്താ പറയുന്നത് ഈ വീഡിയോ ഇതാക്കുന്നത് വൈൻഡപ്പ് ആക്കുന്നത് അപ്പൊ ഗൈസ് ഞങ്ങളെ ഈ ചെറിയ മിലാദിന്റെ സർപ്രൈസിന്റെ ഈ വീഡിയോ ഗൈസ് ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്.